ഇന്ന് നമ്മുടെ കൈവിരലുകൾക്കിടയിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ ചെറിയ ഉപകരണം ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വിപ്ലവത്തിന്റെ ഫലമാണ്. സംസാരിക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രം എങ്ങനെ മനുഷ്യജീവിതത്തിന്റെ എല്ലാമായി തീർന്നു. ഇതാണ് മൊബൈൽ ഫോൺ ചരിത്രം. ഒരു കാലത്ത് ആശയവിനിമയം എന്നത് കത്തുകളിലൂടെയും ലാൻഡ് ലൈൻ ഫോണുകളിലൂടെയും മാത്രമായിരുന്നു. ഒരു വിളി ചെയ്യാൻ പോലും ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കേണ്ടിയിരുന്ന കാലം. നടന്ന് സംസാരിക്കുക എന്ന ആശയം അന്നൊരു സയൻസ് ഫിക്ഷൻ സ്വപ്നം മാത്രമായിരുന്നു. 1970 ഏപ്രിൽ 3 ലോക ചരിത്രം മാറിയൊരു ദിവസം. മോട്ടോറോളയിലെ എഞ്ചിനീയർ മാർട്ടിൻ കൂപ്പർ ലോകത്തിലെ ആദ്യ മൊബൈൽ കോൾ നടത്തി. ആ ഫോൺ 1 കിലോഗ്രാമിലധികം ഭാരം, ചാർജ് നിൽക്കുക വെറും 20 മിനിറ്റ്. എങ്കിലും അതൊരു വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. 1980കളിൽ മൊബൈൽ ഫോണുകൾ വളരെ വലുതും വളരെ ചെലവേറിയതുമായിരുന്നു. ഇത് സാധാരണക്കാരന്റെ കയ്യിലെത്തിയില്ല. ബിസിനസ്സുകാരുടെയും വലിയ ഉദ്യോഗസ്ഥരുടെയും സ്റ്റാറ്റസ് സിംബൽ മാത്രമായി അവ മാറി. 1990കളിൽ മൊബൈൽ ലോകം യഥാർത്ഥത്തിൽ മാറി. നോക്കിയ ലോകത്തെ പഠിപ്പിച്ചു, കണക്റ്റിംഗ് പീപ്പിൾ എന്നത് വെറും വാചകമല്ലെന്ന്. ദൃഢത, ദീർഘകാല ബാറ്ററി, ലളിതമായ ഉപയോഗം. മൊബൈൽ സാധാരണ മനുഷ്യന്റെ സുഹൃത്തായി. സ്ക്രീനുകൾ നിറം പിടിച്ചു. പോളിഫോണിക് റിംഗ്ടോണുകൾ യുവതയുടെ ഹൃദയം കീഴടക്കി. ക്യാമറ, ഇന്റർനെറ്റ്, മൊബൈൽ ഒരു മിനി കമ്പ്യൂട്ടർ ആകുന്ന കാലം. 2007 ലോകം ഒരിക്കലും മറക്കാത്തത്. ആപ്പിൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ഐഫോൺ. ബട്ടണുകളില്ലാത്ത സ്ക്രീൻ, ടച്ച് കൊണ്ട് നിയന്ത്രണം, ഫോൺ, മ്യൂസിക് പ്ലെയർ, ഇന്റർനെറ്റ് എല്ലാം ഒന്നായി. അതേസമയം ഓപ്പൺ ലോകത്ത് ഒരു പുതിയ ശക്തി വളർന്നു. ആൻഡ്രോയിഡ് വിവിധ ബ്രാൻഡുകൾക്ക് സ്മാർട്ട് ഫോൺ ലോകത്തിലേക്ക് വാതിൽ തുറന്നു. സാംസങ് ഉൾപ്പെടെ പല കമ്പനികളും സ്മാർട്ട് ഫോൺ യുദ്ധത്തിൽ ഇറങ്ങി. ഇന്ന് മൊബൈൽ ഒരു ഫോൺ മാത്രമല്ല, വിദ്യാഭ്യാസം, ബാങ്കിംഗ്, ചികിത്സ, വിനോദം എല്ലാം ഒരു സ്ക്രീനിനുള്ളിൽ. ലോകം നമ്മുടെ കൈപ്പത്തിയിൽ. ഫോൾഡബിൾ സ്ക്രീനുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ ലോകങ്ങൾ. മൊബൈൽ ഫോൺ ഇനി നമ്മെ എവിടേക്ക് നയിക്കും? 1 കിലോ ഭാരമുള്ള ഉപകരണത്തിൽ നിന്ന് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്ന സ്മാർട്ട് ലോകത്തിലേക്ക്. ഇത് വെറും സാങ്കേതിക ചരിത്രമല്ല, ഇത് മനുഷ്യന്റെ ബന്ധങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ചരിത്രമാണ്.